നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി അതിരുകടന്നപ്പോൾ കടമെടുത്തു കടം തീർക്കാനുള്ള പദ്ധതിയായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്. എന്നാൽ കേന്ദ്രം ചോദിക്കുന്ന പണം കൊടുക്കുന്നില്ല എന്ന് കണ്ടതോടെ കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞു പിണറായി സർക്കാർ. പിന്നീട് മുഖ്യനും കൂട്ടരും കൂടി ദില്ലിയിലെത്തി സമരം നടത്തി. അപ്പോഴും കേന്ദ്രം കുലുങ്ങിയില്ല. ഒടുവിൽ കേന്ദ്രത്തോട് അഹങ്കാരം കാണിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ പിണറായി സർക്കാർ കുറച്ചു മയത്തിൽ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി. അപ്പോഴും പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. കേന്ദ്ര ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് എന്നായിരുന്നു പിണറായി സർക്കാരിന്റെ വാദം. ബഡ്ജറ്റ് അവതരണ ദിവസം നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. അന്നു മുതൽ ഇന്നുവരെ പിണറായി സർക്കാരിന്റെ ആ പ്ലാൻ ബി എന്താണെന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾ സ്വയവും പരസ്പരവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു ഉത്തരം വന്നിരിക്കുകയാണ്. അതായത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ജീവാനന്ദം പദ്ധതി ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുടെ തുടക്കമെന്നാണ് സൂചന. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തട്ടിയെടുക്കാനുള്ള പുത്തൻ അടവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ജീവാനന്ദം എന്ന പേരിലുള്ള ആന്വിറ്റി പദ്ധതിയുടെ മറവിലാണ് ശമ്പളം തട്ടിയെടുക്കാനുള്ള പുതിയ അടവ്. ജീവാനന്ദം പദ്ധതിയിലൂടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് 10 മുതൽ 20% വരെ ഓരോ മാസവും സർക്കാരിന് ലഭിക്കും. ഈ ഇനത്തിൽ 500 കോടി രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് ഒരു മാസം ലഭിക്കും. അതായത് ഒരു വർഷം 6000 കോടി രൂപ സർക്കാരിന്റെ കയ്യിലേക്ക് ലഭിക്കുമെന്ന് വ്യക്തം. ഭരണത്തിന്റെ അവസാനത്തെ 2 വർഷം 12,000 കോടി രൂപ ഇതിലൂടെ സർക്കാരിന് കിട്ടും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർ നിലവിൽ ശമ്പളത്തിന്റെ 10% പെൻഷൻ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. അതുകൂടാതെ PF, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസെപ് തുടങ്ങിയ നിർബന്ധിത പിടുങ്ങലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലുണ്ട്. ജീവാനന്ദത്തിന്റെ പേരിൽ പിടിക്കുന്ന നിശ്ചിത ശതമാനം തുക കൂടിയാകുമ്പോൾ ജീവനക്കാരന്റെ ശമ്പളത്തിൽ 35% കുറവാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഒരു ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. ക്ഷാമബത്ത 19% കുടിശ്ശികയാണ്. പ്രഖ്യാപിച്ച 2% ക്ഷാമബത്തയുടെ 39 മാസത്തെ കുടിശ്ശികയും നഷ്ടപ്പെട്ടു. വർഷങ്ങളായി ലീവ് സറണ്ടറും ലഭിക്കുന്നില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഗഡുക്കളും അനന്തമായി മരവിപ്പിച്ചു. 2024 ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ പോലും ഇതുവരെ വെച്ചിട്ടില്ല. ജീവാനന്ദം പദ്ധതി പ്രകാരം ജീവനക്കാരൻ പെൻഷനാകുമ്പോൾ ഓരോ മാസവും നിശ്ചിത തുക ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. പിണറായി സർക്കാരിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു വർഷം വിരമിക്കുന്നത് 10,000 മുതൽ 15,000 പേർ വരെയാണ്. ചില വർഷങ്ങളിൽ ഇത് 20,000-ലേക്ക് ഉയരും. സർക്കാരിന് ഏറ്റവും ലാഭമുണ്ടാകുന്ന പദ്ധതിയാണിത്. സർക്കാർ ജീവനക്കാരന് നഷ്ടവും. സർക്കാർ ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആശ്രിതന് ആനുകൂല്യം ലഭിക്കും. ആശ്രിതന്റെ മരണത്തോടെ ഇതിന്റെ ആനുകൂല്യം നിലയ്ക്കും. 56 വയസ്സാണ് റിട്ടയർമെന്റ് പ്രായം. 72 വയസ്സാണ് ശരാശരി ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിനെ മുന്നിൽ നിർത്തി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത ശതമാനം തുക പിടുങ്ങി സർക്കാരിന്റെ കാര്യങ്ങൾ നടത്താനാണ് ശ്രമം. അതുകൊണ്ട് തന്നെ നിലവിലെ പെൻഷൻ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് സർക്കാർ ജീവനക്കാർ ഇപ്പോൾ. എന്തായാലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജീവാനന്ദം പദ്ധതിക്ക് പിന്നിലെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ശമ്പളത്തിന്റെ 10 മുതൽ 25% വരെ പിടിക്കാനാണ് നീക്കം. ഉയർന്ന ശമ്പളമുള്ളവരിൽ നിന്ന് കൂടുതൽ തുക പിടിക്കും. 33,000 കോടി രൂപയാണ് ഒരു മാസം ശമ്പളമായി കൊടുക്കുന്നത്. ഇതിന്റെ 10% പിടിച്ചാൽ 330 കോടി രൂപ സർക്കാരിന് ഒരു മാസം ലാഭിക്കാം. ഉയർന്ന ശമ്പളം വാങ്ങുന്നവരിൽ നിന്ന് കൂടുതൽ തുക പിടിച്ചാൽ സർക്കാരിന് 500 കോടിക്ക് മുകളിൽ ഒരു മാസം കിട്ടും. ഇത് സർക്കാരിന്റെ മറ്റ് കാര്യങ്ങൾക്കും, ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാനും, പിണറായിക്കും കുടുംബത്തിനും വിദേശ സർക്കിട്ട് അടിക്കാനും, മകളെ കേസിൽ നിന്ന് രക്ഷിക്കാനും, ക്ലിഫ് ഹൗസ് നവീകരിക്കാനും ഒക്കെ ഉപയോഗിക്കാം. പ്രത്യേക നിധി രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ശരിവെക്കുകയാണ് ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ പ്രളയകാലത്ത് സാലറി ചലഞ്ച് എന്ന പേരിൽ സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിടിച്ചുപറിച്ച കോടികളുടെ കാര്യം എന്തായി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്.